അമേരിക്കയുടെ ഭാഗത്തും ഇറാൻ്റെ ഭാഗത്തും ഒരു പൂർണ്ണമായ ഇച്ഛാശക്തി പ്രകടിപ്പിക്കപ്പെട്ടതായി കാണുന്നില്ല. ഹോർമൂസ് എന്ന കടലിടുക്കിൽ തട്ടിയാണ് ഭാഗികമായി ചർച്ച അവസാനിച്ചത്. ഒരു വശത്ത് കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു, മറുവശത്ത് സമയം കൊല്ലിയായി ചർച്ചകൾ നടക്കുന്നു. ആ പ്രതീതിയല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഗവൺമെൻറ്റിനെതിരെ എന്ന് പറഞ്ഞ് തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ഇറാൻ ജനതയ്ക്കെതിരെ മാറിയിരിക്കുകയാണ്. ഒരു കരയുദ്ധം ആസന്നമാണ് എന്നൊക്കെ തോന്നാമെങ്കിലും പരമാവധി സാധിക്കുന്നത് ഇറാൻ്റെ തെക്ക് പ്രദേശത്തുള്ള ചെറിയ ദ്വീപായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അതാവും ആദ്യം നടക്കുന്നത്. 1979 ശേഷം ഇറാനും യുഎസും മുഖാമുഖം വന്ന ഉന്നതതല നയതന്ത്ര ചർച്ചകളിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ലോകത്തിന്. പക്ഷേ അത് പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. താങ്കൾ കഴിഞ്ഞ വീഡിയോയിൽ അശുഭ സൂചനയാണ്, അടുത്ത 10 ദിവസം അതീവ നിർണായകമാണ്, പൂർണ്ണമായും പരാജയപ്പെടാൻ വേണ്ടി നടത്തിയ പ്രഹസനമായ ചർച്ചയായിരുന്നു, ചർച്ച നടക്കുമ്പോൾ പാലിക്കേണ്ട ആ ഒരു സാമാന്യ തത്വം അമേരിക്ക ലംഘിച്ചു, ഇറാനെ അത് ചൊടിപ്പിച്ചു എന്നീ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും വാക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും വെറുതെ നടത്തുന്ന ഒരു ചർച്ചയായിരുന്നോ ഇതെന്ന് തോന്നിപ്പോകും. കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന ചർച്ചകൾക്ക് ശേഷം കരാറിൽ എത്തുന്നുണ്ടോ എന്നത് തന്നെ സംബന്ധിച്ച് വലിയ കാര്യമല്ല എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ തുടരും, ഇസ്രായേൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഈ പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ശനിയാഴ്ച രാത്രി വെളിപ്പെടുത്തിയത്. അപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ചർച്ച ശരിക്കും ഒരു പുകമറ മാത്രമായിരുന്നു. പ്രഥമ ദൃഷ്ടിയ കേവലം ഒരു പുകമറ മാത്രമായിരുന്നു ഇറാൻ അമേരിക്ക ചർച്ച എന്നതാണ് പൊതുവെയുള്ള നിഗമനം. അതെന്തുകൊണ്ടാണ് പുകമറയാണെന്ന് പറയുന്നത്? ഒരു ഇച്ഛാശക്തി രണ്ടു ഭാഗത്തും, അമേരിക്കയുടെ ഭാഗത്തും ഇറാൻ്റെ ഭാഗത്തും ഒരു പൂർണ്ണമായ ഇച്ഛാശക്തി പ്രകടിപ്പിക്കപ്പെട്ടതായി കാണുന്നില്ല. ഇച്ഛാശക്തി ഉണ്ടായിരുന്നു എങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകളെ തള്ളിപ്പറയില്ലായിരുന്നല്ലോ. ചർച്ചാ മധ്യേ തന്നെ പറയുന്നു, ചർച്ച വിജയിച്ചാലും പരാജയപ്പെട്ടാലും തങ്ങൾക്കത് ഒരുപോലെയാണ്. അങ്ങനെയെങ്കിൽ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ചർച്ച നടക്കേണ്ടതില്ലല്ലോ. ചർച്ച പരാജയപ്പെടുന്നുവെങ്കിൽ പരാജയപ്പെടട്ടെ, ബാക്കി തങ്ങൾ നോക്കിക്കൊള്ളാം എന്ന ഒരുതരം അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും സ്വരമാണ് ഡൊണാൾഡ് ട്രംപിൽ നിന്നുണ്ടായത്. സാധാരണ വിവരമുള്ള ഏതെങ്കിലും ഒരാൾ ഒരു ചർച്ചയുടെ മധ്യേ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രസിഡൻ്റാണെന്ന് ഓർക്കണം, പ്രഥമ പൗരനാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് ഈ ചർച്ച വിജയിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇത് JD വാൻസിൻ്റെ ആഗ്രഹമായിരുന്നോ, ജാരഡ് കുഷ്ണറുടെയോ അല്ലെങ്കിൽ സ്റ്റീവ് വിറ്റ്കോഫിൻ്റെയും ആഗ്രഹമായിരുന്നോ? അവർ ട്രംപിനെ പ്രതിനിധീകരിക്കുക, അമേരിക്കയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ പ്രതിനിധീകരിക്കുക, അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ചർച്ച നടത്തുക, അത്രയുമല്ലേ അവരുടെ ഉദ്ദേശമുള്ളൂ. അതുകൊണ്ട് ടേംസ് ആൻഡ് റെഫറൻസ് സെറ്റ് ചെയ്തതിൽ തന്നെ അപാകത തുടങ്ങുകയാണ്. എന്തായിരുന്നു ടേംസ് ഓഫ് റെഫറൻസ്? ഇറാൻ ഹോർമൂസിന് മേലുള്ള നിയന്ത്രണം ഒഴിവാക്കുക. അതൊരു ടേംസാണ്. അത് ഇറാൻ ഒഴിവാക്കിയിരുന്നു. ഹോർമൂസ് കൺട്രോൾ ചെയ്യാൻ അവകാശം ഇറാന് വേണമെന്ന് പറയുമ്പോഴും ഹോർമൂസ് തൽക്കാലത്തേക്ക് തുറന്നു കിടക്കുകയാണ്. കപ്പലുകൾ അതിലെ പോകുന്നുണ്ട്. വലിയ തോതിൽ 160 പരം കപ്പലുകൾ ഒരു ദിവസം പോയിരിക്കുന്നതിന് പകരം ഇപ്പോൾ ഇതാ 15-20 കപ്പലുകളാണ് ഓരോ ദിവസവും കടത്തിവിടുന്നത്. അത് ഇറാൻ കൃത്യമായ നിരീക്ഷണത്തോടു കൂടി തന്നെയാണ് അത് കടത്തിവിടുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ. അത് ചുങ്കം പിരിക്കുന്നു എന്നും പിരിക്കുന്നില്ല എന്നും ചുങ്കം പിരിക്കുന്നതിന് കണക്കുകളെക്കുറിച്ചുമൊക്കെ കോൺഫ്ലിക്റ്റിംഗ് റിമാർക്സ് വരുന്നു. എന്തായാലും പൂർണ്ണമായി അടച്ചിട്ടില്ല. ഇന്ത്യൻ കപ്പലുകൾ ഉൾപ്പെടെ സംഘർഷത്തിൻ്റെ മൂർധന്യത്തിൽ പോലും ചില ഇന്ത്യൻ കപ്പലുകൾ പ്രകൃതിവാതകവുമായി ഹോർമൂസ് കടന്ന് വന്നതായി റിപ്പോർട്ടുകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായി കപ്പൽ ഗതാഗതം തടയപ്പെട്ടു എന്ന ആരോപണം ശരിയല്ല. അത് മാത്രമല്ല, ഇറാൻ കൊടുത്ത ഉറപ്പാണ് ഹോർമൂസ് തൽക്കാലത്തേക്ക് തുറന്നിരിക്കും. പക്ഷേ ഹോർമൂസിനെ കുറിച്ച് ഒരു ചർച്ച വരുമ്പോൾ അതിൻ്റെ നിയന്ത്രണം ഇറാൻ ഉണ്ടാവില്ല പൂർണ്ണമായി. അതും ഇറാൻ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഭാഗികമായി ഇറാൻ ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ സ്വാധീന മേഖലയായ കടലുകളിൽ കടന്നു കയറാനാവില്ല എന്ന കഠിനമായ വ്യവസ്ഥ വെച്ചാൽ അത് മുന്നോട്ട് പോകാനൊക്കില്ല. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം വന്നതാണ്. എന്താണ്? അമേരിക്കയുടെയും ഇറാൻ്റെയും ഗൺബോട്ടുകളും കപ്പലുകളുമൊക്കെ ഒരു സുരക്ഷാ പാത അവിടെ സംയുക്തമായി ഒരുക്കുന്നു. ജോയിൻറ്റ് പട്രോളിംഗ് എന്നാണ് പാകിസ്ഥാൻ ഉപയോഗിച്ച വാക്ക്. ആ ജോയിൻറ്റ് പട്രോളിങ്ങിന് ഇറാൻ ഒരു പക്ഷേ സന്നദ്ധമായിരുന്നിരിക്കാം, അറിയില്ല. അതേക്കുറിച്ച് പുറത്തൊന്നും പറയുന്നില്ല. അമേരിക്ക അതിനു പോലും സന്നദ്ധം ആയിരുന്നില്ല. അതുകൊണ്ട് ഹോർമൂസ് എന്ന കടലിടുക്കിൽ തട്ടിയാണ് ഭാഗികമായി ചർച്ച അവസാനിച്ചത്. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം നമുക്കറിയാമല്ലോ.
ഈ ഡിറ്ററൻസ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഓരോ രാജ്യത്തിൻ്റെയും അവകാശമാണ്. സ്വയം പ്രതിരോധിക്കുക, അതിൻ്റെ പേരാണ് ഡിറ്ററൻസ്. ഇന്ത്യക്കൊരു ഡിറ്ററൻസ് പോളിസി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ആണവ ആയുധങ്ങൾ നിർമ്മിച്ച് വികസിപ്പിച്ച് നമ്മുടെ ആഴ്സനലിൻ്റെ ഭാഗമാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നോ ഫസ്റ്റ് യൂസ്, അതായത് നമ്മൾ ആണവായുധങ്ങൾ ആർക്കുമെതിരെ ആദ്യം കയറി അങ്ങോട്ട് പ്രയോഗിക്കില്ല. അതാണ് നോ ഫസ്റ്റ് യൂസ്, ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. ആണവ ആയുധങ്ങൾ കൈവശമുണ്ട്, അത് ക്രെഡിബിളാണ്, ക്രെഡിബിളായി ഉപയോഗിക്കും. ഉണ്ട്, അത് വെറുതെ പറയുന്നതല്ല, ഉണ്ട്. അത് ഡിറ്ററൻസിന് വേണ്ടി മാത്രമേ. മറ്റൊരു രാജ്യം, ചൈനയോ പാകിസ്ഥാനോ മറ്റേതെങ്കിലും രാജ്യം ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ പ്രതിരോധം എന്ന നിലയിൽ പ്രത്യാക്രമണത്തിന് വേണ്ടി സ്വയം ഡിഫെൻഡ് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കും. അതാണല്ലോ ഇന്ത്യയുടെ പോളിസി. സമാനമായൊരു പോളിസി ഇറാൻ സ്വീകരിക്കുന്നു എന്നൊരു തോന്നലാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടായത്. പക്ഷേ ഇന്ത്യ ഡിറ്ററൻസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇറാൻ അതിനെ ഒഫൻസീവ് കേപ്പബിലിറ്റിയായി ഉപയോഗിക്കുമെന്ന മുൻവിധിയാണ് ഒരുപക്ഷെ ഈ ചർച്ചയെ വഴിമുട്ടിച്ചത്. ഇറാൻ പറയുന്നില്ല ആണവായുധം ഉണ്ടാക്കുമെന്ന്, പക്ഷേ ആണവ സാമഗ്രികൾ ഇറാൻ്റെ കൈവശമുണ്ട്, ആണവ ആയുധം ഉണ്ടാക്കാനുള്ള ടെക്നോളജി കൈവശമുണ്ട്. അത് ഇറാൻ ഓപ്പണായിട്ട് പലപ്പോഴും അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതുമാണ്. സമ്പുഷ്ടീകരണം 60% ചെയ്തതുമാണ് യുറേനിയം 235 സമ്പുഷ്ടീകരണം. മാത്രമല്ല ഏതാണ്ട് 480 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച, ഭാഗികമായി 60% സമ്പുഷ്ടീകരിച്ച ആണവ ഇന്ധനം അല്ലെങ്കിൽ ആണവ ശേഖരം ഇറാൻ്റെ കൈവശമുണ്ട്. അത് ആഴങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നു. എവിടെയാണ് എന്ന് കൃത്യമായി അമേരിക്കയ്ക്ക് സൂചന ഒരുപക്ഷെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിലും അത് തുറന്നെടുക്കാനുള്ള ഒരു അവസ്ഥയിലല്ല. അങ്ങനെയെങ്കിൽ ഇറാൻ്റെ കൂടെ അനുമതിയോടെ സുരക്ഷിതമായ ഒരിടത്തേക്ക്, മറ്റൊരു രാജ്യത്തിലേക്കോ, അത് ചൈനയാകാം, റഷ്യയാകാം, അമേരിക്കയ്ക്ക് തന്നെ എടുത്തുകൊണ്ട് പോകാം, അല്ല എങ്കിൽ IAEAയുടെ നിയന്ത്രണത്തിൽ അത് കൊണ്ടുവരാം. ആ ഒരു ഭാഗത്തേക്ക് ഈ ചർച്ച നീണ്ടതേ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ചർച്ച നീളാതെ അമേരിക്ക എക്കാലത്തും ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട ആവശ്യം ആണവ വിമുക്ത ഇറാൻ. അത് ഇസ്രായേലിൻ്റെ കൂടെ ആവശ്യമാണ്. ആണവ ഇറാൻ ഒരുപക്ഷെ തീർച്ചയായും ഇസ്രായേലിന് കടന്നു കയറാനാവാത്തൊരു ബാലികേറാമലയായി മാറും. അപ്പോൾ ആണവായുധങ്ങൾ ഇറാൻ ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഇറാനെ എപ്പോഴും പ്രഹരിച്ചുകൊണ്ടിരിക്കാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിയും. അതുകൊണ്ടാണ് ഇറാൻ പൂർണ്ണമായ ഒരു ഉറപ്പ് കൊടുക്കാൻ വിസമ്മതിച്ചത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എപ്പോഴും എല്ലാ വർഷവും തോന്നുമ്പോൾ തങ്ങളുടെ മേൽ പ്രഹരമേൽപ്പിക്കാൻ ഇനി തങ്ങൾ നിന്നു കൊടുക്കുന്നില്ല. ഇനി പോരാട്ടമെങ്കിൽ പോരാട്ടം, കരയുദ്ധത്തിനും തങ്ങൾ ഒരുപക്ഷെ തയ്യാറാണ്. അതുകൊണ്ടാണ് ഇത് ആണവ വിഷയത്തിൽ തട്ടി തകരുന്നത് കണ്ടു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ച എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഉയർന്നു എങ്കിൽ പോലും ചർച്ച പ്രഹസനമായിരുന്നു. ഇത് സമയം വാങ്ങിയെടുക്കാൻ അമേരിക്കയുടെ പടക്കോപ്പുകൾ, പടക്കപ്പലുകൾ, സന്നാഹങ്ങൾ കൂടുതൽ ഒരുക്കേണ്ടതുണ്ട്, കൂടുതൽ മെറീനുകളെ എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കരയുദ്ധത്തിനുള്ള സജ്ജീകരണം എന്ന നിലയിൽ ആംഫീബിയൻ ഓപ്പറേഷൻസ് ആദ്യം നടക്കുകയും പിന്നീട് പൂർണ്ണമായ ഒരു കരയുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാനാവില്ല, ഏറെ സമയം വേണ്ടിവരും. അതുകൊണ്ട് ഒരു വശത്ത് കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു, മറുവശത്ത് സമയം കൊല്ലിയായി ചർച്ചകൾ നടക്കുന്നു. ആ പ്രതീതിയല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു 24 മണിക്കൂറിനുള്ളിൽ, അത് കേവലം 21 മണിക്കൂറാണ് എടുത്തത്, ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് ചർച്ച അലസി പിരിയണം എങ്കിൽ അതിനർത്ഥം ഒരു ഗൗരവമില്ലാതെ നടത്തിയ ഒരു പ്രഹസനമായിരുന്നു ഈ ചർച്ചകൾ എന്നതിന് അധികം സ്ഥിരീകരണങ്ങൾ ആവശ്യമില്ല. സാർ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് ഇറാന്റെ ശക്തി കരയുദ്ധത്തിലാണ് എന്ന്. അതൊന്ന് ടെസ്റ്റ് പോലും ചെയ്യാതെയാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം താങ്കൾ വീഡിയോയിൽ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണ് എങ്കിൽ അതൊരു കരയുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? അമേരിക്ക ഇനി ശരിക്കും ഇറാന്റെ കയ്യിൽ നിന്ന് കൊണ്ടാലേ പഠിക്കുകയുള്ളൂ എന്നായോ? ട്രംപിന്റെ അടുത്ത പരിപാടികൾ എങ്ങനെയായിരിക്കുമെന്നാണ് താങ്കളുടെ ഒരു കണക്കുകൂട്ടൽ? യഥാർത്ഥത്തിൽ അതൊരു പ്രയോഗമാണ്, കൊണ്ടാലേ പഠിക്കൂ. ചിലരൊക്കെ അങ്ങനെയാണ്, ചിലതൊക്കെ അടിച്ചേ തീരൂ. അല്ലാതെ സാമം ഭേദം ദണ്ഡം എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഈ ദണ്ഡം എന്നത് അവസാനം എടുക്കേണ്ട ഒരു അടവാണ്. പക്ഷേ അത് അതിലേക്ക് തന്നെയാണോ എത്തിച്ചേരുന്നത്? ചില ഉപദേശങ്ങൾ ആദ്യം കൊടുക്കാം, ചില നീക്കുപോക്കുകൾ, ചർച്ചകൾ ഒക്കെ നടത്താം. ഇതെല്ലാം തന്നെ ആത്യന്തികമായി എത്തിച്ചേരുന്നത് യുദ്ധത്തിലേക്കാണോ? യുദ്ധമെന്ന് പറയുമ്പോൾ ആകാശയുദ്ധമല്ല. ആകാശയുദ്ധത്തിൽ ചില നശീകരണങ്ങൾ മാത്രമേ നടക്കൂ. കരയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഒബ്ജക്റ്റുകൾ തകരും, ബിൽഡിങ്ങുകൾ തകരും, ജീവഹാനി ഉണ്ടാവും. പക്ഷേ ഭരണമാറ്റം ഉൾപ്പെടെയുള്ള പോളിസി ചേഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ കര സൈന്യം അവിടെ ഇറങ്ങണം. എത്രയോ വലിയ രാജ്യമാണ് ഇറാൻ.
ഇറാൻ്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കി എല്ലാ ഭടന്മാരെയും, ഏതാണ്ട് 5,80,000 ഭടന്മാരുണ്ട്. റിസർവ് സേനാംഗങ്ങൾ ഉൾപ്പെടെ ചേരുമ്പോൾ 8 ലക്ഷത്തോളം പേരാണ് സർവ്വസജ്ജമായി രംഗത്തുള്ളത്. ഇറാൻ ഇപ്പോൾ പറയുന്നു 20 ലക്ഷം പേര് യുദ്ധത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ട്രെയിൻഡായിട്ടുള്ള ആളുകളുണ്ട്, ഈ സാധാരണ ജനമുണ്ട്, അവരുൾപ്പെടെ തെരുവിലിറങ്ങി യുദ്ധം ചെയ്യാൻ. കാരണം ഇതൊരു വൈകാരികമായ അവസ്ഥയല്ലേ. ഇപ്പോൾ ഇറാൻ ഗവൺമെൻറ്റിനെതിരെ എന്ന് പറഞ്ഞ് തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ഇറാൻ ജനതയ്ക്കെതിരെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ജനത ഇറാൻ ഗവൺമെൻറ്റിൻ്റെ അടിച്ചമർത്തൽ നിലപാടിനോട്, മതമേലധ്യക്ഷന്മാരുടെ ധാർഷ്ട്യത്തോടൊക്കെ തന്നെ മുഖം തിരിഞ്ഞു നിന്ന നല്ലൊരു ഭാഗം ജനങ്ങൾ ഇത്രയും യുദ്ധം മുന്നോട്ട് പോയപ്പോൾ, നാശനഷ്ടങ്ങൾ പെരുകിയപ്പോൾ ഗവൺമെൻറ്റിന് പിന്നിൽ ഈ യുദ്ധസമയത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ ക്രൈസിസ് സിറ്റുവേഷനിൽ അടി ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് അമേരിക്കയും കാണാതെ പോവില്ല. അതുകൊണ്ട് കരസൈന്യം അകത്തേക്ക് കയറിയാൽ വളരെ വൈവിധ്യമാർന്ന ഭൂമിയാണ് ഇറാൻ്റേത്. മലനിരകൾ, വലിയ കിഴക്കാൻ തൂക്കായ മലനിരകളുണ്ട്. അതൊരു നാച്ചുറൽ ബോർഡർ തന്നെയാണ്. പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി ഏതാണ്ട് 1000-2000 ഇടയ്ക്ക് കിലോമീറ്ററുള്ള ചെറുതും വലുതുമായ മലനിരകളാണ് സാഗ്രോസ് മൗണ്ടൻസ്. ഇത് കടന്ന് ചെല്ലാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഈ മൗണ്ടൻ ഹൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഇറാനുണ്ട്. അതിന് താഴ്വരകളിൽ സ്ഥാപിച്ചിട്ടുള്ള മിസൈൽ ലോഞ്ചറുകൾ പേർഷ്യൻ ഗൾഫിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെക്കാനാണെങ്കിൽ എളുപ്പം കടന്നു പോകാനാവില്ല ആർക്കും. അതൊരു കാരണം. വടക്ക് വലിയ രീതിയിലുള്ള ഫോർട്ടിഫിക്കേഷനുണ്ട്. കാസ്പിയൻ കടലിന് അഭിമുഖമായി മറ്റൊരു മൗണ്ടൻ റേഞ്ചുണ്ട്. അതും കടക്കാൻ ബുദ്ധിമുട്ടാണ്. ലോകത്ത് ഏറ്റവും ചൂട് കൂടിയ മരുഭൂമികൾ പലതും ഇറാനിലാണ്. ഇറാൻ്റെ ഹൃദയം ഭൂമിയിലാണ്. ഇറാൻ്റെ മധ്യപ്രദേശത്തും കിഴക്കൻ പ്രദേശത്തും ഈ വലിയ മരുഭൂമികളുണ്ട്. ഉഷ്ണ മരുഭൂമികളും പീഠഭൂമികളുമുണ്ട്. അതേസമയം തന്നെ നല്ല നീർപ്പറ്റുള്ള, താഴ്ചയുള്ള, അല്ലെങ്കിൽ ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റുള്ള ചില നോർത്തേൺ ഭാഗങ്ങളുമുണ്ട് ഇറാന്. ഈ കാസ്പിയൻ കടലിൻ്റെ തീരപ്രദേശം നല്ല പച്ചപ്പുള്ള പ്രദേശമാണ്. ഇവിടെ എല്ലാം തന്നെ കടന്നു കയറി അവിടുത്തെ സേനാ വിന്യാസങ്ങളെ തകർക്കാൻ അമേരിക്ക ഒരുപക്ഷെ ആവില്ല. എത്ര വർഷം ശ്രമിച്ചാലും, എത്ര വർഷമാണ്, 2 പതിറ്റാണ്ട് ശ്രമിച്ചു വിയറ്റ്നാം എന്ന രാജ്യത്തെ തകർക്കാൻ. സാധിച്ചോ? വിയറ്റ്നാമിനേക്കാൾ എത്രയോ ശക്തമാണ് ഇറാൻ്റെ ഒരു സംവിധാനം, ടെക്നോളജിയും സംവിധാനങ്ങളും. അതുപോലെ മിസൈലുകൾ അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ ഇതാ ചൈനയിൽ നിന്നും ഷോൾഡറിൽ വഹിച്ചുകൊണ്ട് എയിം ചെയ്യാവുന്ന ഷോൾഡർ ടു എയർ മിസൈലുകൾ വലിയ തോതിൽ ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് എത്തുന്നു. അത് കരയുദ്ധത്തിന് ഉപയോഗിക്കാവുന്ന മിസൈലുകളാണ്. അതായത് ഹെലികോപ്റ്ററുകളുടെ കവറേജ് വരികയാണെങ്കിൽ ഹെലികോപ്റ്ററുകളെ അടിച്ചിടാൻ പറ്റുന്ന തരത്തിലുള്ള മിസൈലുകളാണ്. അപ്പം കരയുദ്ധത്തിന് എയർ കവറേജ് കൊടുക്കണമല്ലോ. അതെപ്പോഴും വലിയ വിമാനങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഹെലികോപ്റ്ററുകൾക്ക് പോലും ലാൻഡ് ചെയ്യാനാവാത്ത രീതിയിൽ ഈ മിസൈൽ സജ്ജീകരണങ്ങളുണ്ട്. നശിപ്പിച്ചു എന്ന് പറയുന്ന ഇറാൻ്റെ മിസൈലുകൾ ഇപ്പോഴും സജീവമാണ്. അതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ അമേരിക്കൻ ക്യാമ്പുകൾക്കുണ്ടായത്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഒരു കരയുദ്ധം ആസന്നമാണ് എന്നൊക്കെ തോന്നാമെങ്കിലും പരമാവധി സാധിക്കുന്നത് ഇറാൻ്റെ തെക്ക് പ്രദേശത്തുള്ള ചെറിയ ദ്വീപായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം, അതാവും ആദ്യം നടക്കുന്നത്. അവിടെ ആണല്ലോ എണ്ണയുടെ ഈ കയറ്റുമതി പോയിന്റ്. അത് ചോക്ഡ് ആവുകയാണെങ്കിൽ ഇറാൻ്റെ സാമ്പത്തിക സ്രോതസ്സിന്മേൽ പിടിമുറുക്കാം. ഇതാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഡീലുകളല്ലേ. എല്ലാം ഒരു ഇക്കണോമിക് പരിഗണന, ഒരു സാമ്പത്തിക പരിഗണന, ഫിനാൻഷ്യൽ പരിഗണന എന്തിൻ്റെയും പിന്നിലുണ്ട് ട്രംപുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. അതുകൊണ്ട് ആ വഴിക്കായിരിക്കും ട്രംപ് ചിന്തിക്കുന്നത്. പക്ഷേ ഇറാനൊരു സിവിലൈസേഷനാണ്, ഇറാനൊരു ഫൈറ്റിംഗ് മൈൻഡിലാണ്. ഇറാൻ പ്രതിരോധത്തിന് വേണ്ടി, ഇറാൻ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നു. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം ഏതറ്റം വരെ വേണമെങ്കിലും പോകാൻ സാധിക്കും. അതുകൊണ്ട് മൊറാൽ ഓഫ് എ പീപ്പിൾ മേ ബി വെരി ഹൈ. അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ടെക്നോ ഒപ്റ്റിമിസമാണ്, അതിശക്തമായ സേനാ വിന്യാസമാണ്. ആ ഒരു ആയുധങ്ങളുടെ ഒരു ബലത്തിന്മേലുള്ള ഒരു അഹങ്കാരമുണ്ട്, ഈ സേനാ വിന്യാസമുണ്ട്. എന്തു വന്നാലും തങ്ങളുടെ രാജ്യം തങ്ങളെ സംരക്ഷിച്ചു കൊള്ളും എന്നൊരു ചിന്തയുണ്ട് അമേരിക്കൻ ഭടന്മാർക്ക്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഈ കാര്യത്തിൽ ഇസ്രയേലിൻ്റെ പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ഐവാഷ് ആണോ എന്ന് ചോദിച്ചാൽ, ഇസ്രയേലിനെ ഇറക്കി അമേരിക്ക കളിക്കുകയാണോ അതോ അമേരിക്കയെ കൊണ്ട് ഇസ്രായേൽ കളിപ്പിക്കുകയാണോ? ഇതൊക്കെ തന്നെ ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു വലിയ കണ്ണിപ്പൊടിയിടൽ, വലിയ ഒരു ക്യാമഫ്ലാഷ്, ഒരു എന്താ പറയുക, ഒരു ഡിസ്റ്റോർഷൻ ടാക്ടിക്സാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മഹാഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ചർച്ചകൾ തൽക്കാലത്തേക്കെങ്കിലും ആലസ്യപ്പിരിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ആണവ വിഷയങ്ങളിലെ US നിലപാട് അംഗീകരിക്കാനാകില്ല എന്നാണ് ഇറാൻ ഇപ്പോഴും എടുത്തിരിക്കുന്ന നിലപാട്. US-ന്റെ കടുത്ത നിലപാടുകളാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്നും ഇറാൻ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇറാന്റെ നിലപാട് എന്തായിരിക്കും? ഇറാനും ഇനി ഹോർമൂസിൽ ഉൾപ്പെടെ
രണ്ടും കൽപ്പിച്ചുള്ള നീക്കം നടത്താൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നു ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന പേര് ഹോർമൂസ് എന്ന പേരാണ്. ലോകത്തെ 20% എണ്ണ കടന്നു പോകുന്ന പോയിന്റ്, ദ ചോക്ക് പോയിന്റ്, ഇറാൻ്റെ സ്വാധീന മേഖല, ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവവായുവാണ്, ജീവശ്വാസമാണ് ഹോർമൂസിലൂടെ കടന്നു വരുന്ന സപ്ലൈ. അവരുടെ ഇക്കോണമിയുടെ നട്ടെല്ലാണ് ഹോർമൂസിലൂടെ പുറത്തേക്ക് കടന്നു പോകേണ്ട എണ്ണയും പ്രകൃതിവാതകവും. ഖത്തറിൻ്റെയും ബഹറിൻ്റെയും കുവൈത്തിൻ്റെയും ഒക്കെ ഇക്കോണമി നിലനിൽക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെ ഗതാഗതം സാധ്യമാകുമ്പോൾ മാത്രമാണ്. എത്ര കാലം ഹോർമൂസ് വിഷയം ഇങ്ങനെ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും അറിയില്ല. ഏതാനും മാസങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയും, സപ്ലൈസ് ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഗൾഫ് പ്രദേശത്തെ ക്ഷാമമുണ്ടാകാം, സാധനങ്ങൾക്ക് ദൗർലഭ്യമുണ്ടാകാം, കോസ്റ്റ് വളരെ കൂടുതലാകാം. ഈ കാര്യങ്ങളെല്ലാം കടലിലൂടെ വന്നിരുന്ന കാര്യങ്ങൾ കരയിലൂടെ വരികയോ എയർലിഫ്റ്റ് ചെയ്യുകയോ ചെയ്താൽ, കരയിലൂടെ വരുന്ന ഏതാണ്ട് അസംഭവ്യമാണ്. എയർലിഫ്റ്റ് ചെയ്യേണ്ടി വന്നാൽ ഇനി സൗദി അറേബ്യയുടെ പടിഞ്ഞാറൻ കടലുകളിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം. കാരണം പേർഷ്യൻ ഗൾഫ് ചോക്ഡ് ആവുകയാണെങ്കിൽ റെഡ് സീ ഉണ്ട്. പക്ഷേ അവിടെയും താരതമ്യേന സുഗമമാണ് എന്ന് കരുതാമെങ്കിലും ഹൂതികളുടെ കേന്ദ്രമാണ്. അവിടെയും ഒരുപക്ഷെ ബ്ലോക്കേഡ് ഉണ്ടാവാം. അത് കഴിഞ്ഞാൽ സൗദി ഉൾപ്പെടെ ചോക്ഡ് ആവും. അപ്പോൾ പിന്നെയുള്ള മാർഗം എന്താണ്? എങ്ങനെയെങ്കിലും അവതാ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുക. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യുദ്ധം അധികം നീണ്ടുപോകാൻ ഈ രാജ്യങ്ങളൊന്നും ആഗ്രഹിക്കില്ല. മറുപക്ഷത്ത് അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും തലയൂരിയാൽ മതി എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ ചില യുദ്ധ വിജയങ്ങൾ അണ്ടർ ദ ബെൽറ്റ് ഉണ്ടാവണം എന്ന് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധകമല്ല, പരമാവധി യുദ്ധം നീണ്ടുപോകട്ടെ. അങ്ങനെ നീണ്ടുപോയാൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പരമാവധി ഇറാനെ പ്രഹരിച്ചുകൊണ്ടിരിക്കാൻ കഴിയും. തങ്ങൾ ചെയ്യേണ്ട യുദ്ധം അമേരിക്കയെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ കഴിയും. ഇറാനും ആഗ്രഹിക്കുന്നത് പരമാവധി നീണ്ടുപോകട്ടെ എന്ന് തന്നെയാണ്. ഇത് പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ചിട്ടുള്ളതാണ്. യുദ്ധം പരമാവധി നീണ്ടുപോകട്ടെ. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നും ഇറാനും ഇസ്രായേലിനും യുദ്ധം എത്രയും ദീർഘമായി നീണ്ടുപോകട്ടെ എന്നുമാണ്. അതുകൊണ്ടാണ് പരമാവധി ഇത് കലങ്ങിയെങ്കിൽ മാത്രമേ തെളിയൂ. ഇത് കലങ്ങി തെളിയണമെങ്കിൽ ഇത് കലങ്ങി നിൽക്കുകയാണ്. കൂടുതൽ കലങ്ങിയതിന് ശേഷം ഒരു തെളിവുണ്ടാകണം. അവിടെ there will be a point of no return. ഇനിയും മുന്നോട്ട് പോയാൽ ഒന്നും നേടാനില്ല. രണ്ടു പക്ഷത്തും കൂടുതൽ നാശനഷ്ടങ്ങൾ വരികയുള്ളൂ. ഒരിഞ്ച് മുന്നോട്ട് പോവില്ല എന്ന ഘട്ടം വരുമ്പോൾ മാത്രമേ സുഗമമായ ചർച്ചകളുടെ അന്തരീക്ഷം ഉണ്ടാവൂ. അതുവരെ ഒരുപക്ഷെ ബലപ്രയോഗം രണ്ടു ഭാഗത്തും ഉണ്ടാകും, കടുംപിടുത്തം രണ്ടു ഭാഗത്തും ഉണ്ടാകും. കുറെ കഴിയും മനസ്സിലാകും ഈ കടുംപിടുത്തങ്ങൾക്ക് മാത്രം ഒരു പരിഹാരത്തിൽ ഒരു പരിണാമ ഗുപ്തിയിലെത്തി നിർത്താൻ കഴിയില്ല. നയതന്ത്രം മാത്രമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ലോകാവസാനം വരെ യുദ്ധം നീണ്ടു നിൽക്കാനാവില്ല. നയതന്ത്രപരമായ പരിഹാരം വേണ്ടി വരും. അത് മേഖലാ പരിഹാരങ്ങളാണ്, ഇറാൻ അമേരിക്ക പരിഹാരങ്ങളല്ല. മേഖലാ പരിഹാരങ്ങളാണ് വേണ്ടി വരിക. അതുവരെ പോവും. അതുവരെ ഇതെല്ലാം തന്നെ ഈ കൗണ്ടർ ക്ലെയിംസ് ആൻഡ് കൗണ്ടർ ക്ലെയിംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പ്രതീതി രണ്ടു ഭാഗത്തും അതങ്ങനെ വ്യാപകമായ പ്രോപ്പഗാൻഡ മെഷീനറി ഇങ്ങനെ പോകും. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ഇറാൻ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചായിരിക്കുമോ? ഹോർമൂസ് വിഷയത്തിൽ രണ്ടും കൽപ്പിച്ചായിരിക്കുമോ? ആയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സൂചന. കാരണം അത് മാത്രമാണ് ഇറാൻ്റെ പിടിവള്ളിയും സ്ട്രെങ്ത്തും വജ്രായുധവും എല്ലാം തന്നെ ഹോർമൂസാണ്. ഹോർമൂസിലേക്ക് മുഴുവൻ ശ്രദ്ധയും ഇറാൻ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ കാർഗ് ദ്വീപ് പോലും കൈവിട്ടു പോകുമെന്ന് ഇറാൻ അറിയാം. പക്ഷേ ഹോർമൂസ് എന്ന ശക്തി കേന്ദ്രം ഇറാൻ്റെ കൺട്രോളിൽ നിലനിർത്തിയാൽ അറബ് രാജ്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അമേരിക്കയെ കൊണ്ട് കാര്യങ്ങൾ അംഗീകരിപ്പിക്കേണ്ടി വരും. അവസാനം പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചൊരു പ്രപ്പോസൽ ഉണ്ടല്ലോ, ജോയിൻറ്റ് കൺട്രോൾ ഓഫ് ദ ഹോർമൂസ് ബൈ അമേരിക്കൻസ് ആൻഡ് ഇറാൻ. അപ്പോൾ അമേരിക്ക ഇറാൻ തമ്മിലൊരു ധാരണയിലെത്തുകയും ഇറാൻ്റെ കപ്പലുകളും അമേരിക്കയുടെ കപ്പലുകളും എല്ലാം ആ പ്രദേശത്ത് നിലയുറപ്പിക്കുകയും പരസ്പരം ഒരു ആക്രമണം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഇതിനിടയിലൂടെ സുഗമമായി എണ്ണ കപ്പലുകൾക്കും ചരക്ക് കപ്പലുകൾക്കും യഥേഷ്ടം കടന്നു പോവുകയും ചെയ്യാവുന്ന ഒരു പരിഹാരം. ഇത് സാധ്യമാവണമെങ്കിൽ ഇറാൻ്റെ ഇൻട്രസ്റ്റ് കൂടി അവിടെ നോക്കിയെങ്കിൽ മാത്രമേ പറ്റൂ. ഇറാൻ്റെ ഇൻട്രസ്റ്റ് അവിടെ ഇപ്പോഴത്തെ നിലയിൽ അമേരിക്ക പറയുന്നത് ഹോർമൂസിൽ നിങ്ങൾക്ക് ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല. മുൻപ് നിയന്ത്രണമൊന്നും ഉണ്ടായിരുന്നില്ല, അതൊരു സുഗമമായി പോയിരുന്നു. പക്ഷേ ഇപ്പോൾ യുദ്ധം വന്നപ്പോൾ ഹോർമൂസിൻ്റെ മേലുള്ള നിയന്ത്രണം എന്ന് പറയുന്നത് ഇറാൻ ഒരു സ്ട്രാറ്റജി എന്ന നിലയിലാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതില്ല എങ്കിൽ എന്തു പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാനാവും?
കാരണം എപ്പോഴും ഒരു തുറപ്പുചീട്ട് ആവശ്യമാണല്ലോ. ഒരു കളിയിൽ, ഒരു ചീട്ടുകളിയിൽ തുറപ്പുചീട്ട് കൈവശം ഉള്ളവന് മാത്രമേ ആത്യന്തികമായി ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനാവൂ, പരാജയപ്പെടാതിരിക്കാനാവൂ, വെട്ടി നിർത്താനാവൂ. ഈ തുറപ്പുചീട്ട് തന്നെയാണ് ഹോർമൂസ് അങ്ങനെ ബലപ്രയോഗത്തിലൂടെ മോചിപ്പിക്കാൻ എളുപ്പമല്ല. ഇതും അമേരിക്കയ്ക്കറിയാം. അമേരിക്കയുടെ കപ്പൽപ്പടയുടെ തലവന്മാർ അല്ലെങ്കിൽ അമേരിക്കൻ സേനാ തലവന്മാർ അമേരിക്കയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ അറിയിച്ചു, നിങ്ങൾക്ക് ഉത്തരവിടാം, പക്ഷേ ഞങ്ങളാണ് പൊരുതേണ്ടത്. ഹോർമൂസിലൂടെ ഞങ്ങളുടെ കപ്പലുകൾ നമ്മൾ ധൈര്യപൂർവ്വം കടന്നു പോകാൻ ശ്രമിച്ചാൽ വി വിൽ ബി സിറ്റിംഗ് ഡക്ക് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ആക്രമണത്തിൽ പല അമേരിക്കൻ നാവിക സേനാംഗങ്ങളും കൊല്ലപ്പെട്ടേക്കാം, കപ്പലുകൾ തകർന്നേക്കാം, അന്തർവാഹിനികൾ രംഗത്ത് വന്നേക്കാം. ഒന്നും വേണ്ട, കടൽ മൈനുകൾ വളരെ വലിയ ഭീഷണിയാണ്. ഇന്നലെ സംഭവിച്ചതെന്താണ്? രാത്രിയുടെ മറവിൽ സംഭവിച്ചതെന്താണ്? കടൽ മൈനുകൾ നീക്കം ചെയ്യാൻ നാടകീയമായൊരു ശ്രമം അമേരിക്ക നടത്തി. അമേരിക്കയുടെ 2 ഡിസ്ട്രോയേഴ്സ് അതിലേക്ക് കടന്നു പോവുകയും കടൽ മൈനുകൾ പൊക്കിയെടുക്കാൻ ഓരോന്നോരോന്നായി വാരിയെടുക്കാൻ ശ്രമിച്ചു. അത് പരാജയപ്പെട്ടു. ഇറാൻ ശക്തമായ വാർണിംഗ് കൊടുത്തു, ഈ കപ്പലുകൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അതുകൊണ്ട് ഇറാൻ്റെ അനുവാദമില്ലാതെ, ഇറാൻ്റെ സഹകരണമില്ലാതെ, ഇറാൻ നാവികസേനയുടെ കൂടി സഹകരണമില്ലാതെ ഹോർമൂസ് പൂർണ്ണമായി നാവിഗബിൾ ആവില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഇതിനിടയ്ക്ക് പറഞ്ഞു, തങ്ങൾ ഇറാൻ്റെ സേനയെ, ഈ നാവികസേനയെ പൂർണ്ണമായും തകർത്തു. എല്ലാ കപ്പലുകളും, ഏതാണ്ട് 100 കണക്കിന് കപ്പലുകൾ തകർത്ത് കഴിഞ്ഞു. ഇനി there is no navy for Iran, there is no air force for Iran എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. അതൊക്കെ യുദ്ധസമയത്ത് വാഗ്ധോരണി എന്നതിൽ കവിഞ്ഞ് മറ്റർത്ഥമൊന്നുമില്ല. ഒരുപക്ഷെ ഏറെ കപ്പലുകൾ ഇറാന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, വിമാനങ്ങളുടെ നല്ല പങ്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ കപ്പലുകളും വിമാനങ്ങളും അല്ലല്ലോ ഇറാൻ്റെ ശക്തി. ഇറാൻ്റെ ശക്തി മിസൈലുകളാണ്, ഇറാൻ്റെ ശക്തി വ്യക്തികളാണ്, ആയുധങ്ങളാണ്, കരയുദ്ധത്തിലെ ആയുധങ്ങളാണ്, സേനകളാണ്, ജനമാണ്. അതുകൊണ്ട് ഇറാൻ പൂർണ്ണമായി കീഴടങ്ങാൻ വിസമ്മതിച്ച് നിൽക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്ക കൊടുത്തിരിക്കുന്ന ഈ 10 പോയിന്റിൽ ഇറാൻ മുന്നോട്ട് വെച്ച 10 പോയിന്റ് അംഗീകരിക്കാതിരിക്കുകയും അമേരിക്ക പറയുന്ന 15 പോയിന്റ് ഇറാൻ അംഗീകരിക്കേണ്ടി വരികയും ചെയ്യുന്ന അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇറാൻ പൂർണ്ണമായി കീഴടങ്ങുക എന്നാണ്. കീഴടങ്ങാൻ തയ്യാറാവാത്ത ഇറാൻ്റെ മനസ്സാണ് ഒരുപക്ഷെ റെസിസ്റ്റൻസ്. അതുകൊണ്ട് റെസിസ്റ്റൻസിൻ്റെ കുന്തമുനയായി, എപ്പി സെൻറ്ററായി, ഹബ്ബായി, ഫൽക്രമായി നിലനിൽക്കുന്നത് ഹോർമൂസ് കടലെടുക്ക് തന്നെയാണ്. ഓക്കെ, വളരെയധികം നന്ദി. നമുക്കിനി അടുത്ത ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം.